OTT മൂവീസ് ഫോർ വീക്കെൻഡ്സ്. ആദ്യം നമ്മുടെ മമ്മൂക്കയുടെ ടർബോ ആണ് സോണി ലിവിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഇതുവരെ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഒരു മിനിമം എക്സ്പെക്ടേഷനിൽ ഈ സിനിമ കണ്ടാൽ മതി. കാരണം ഓവർ എക്സ്പെക്ടേഷനിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിരാശ ഉണ്ടാവുള്ളൂ. എനിക്ക് തിയേറ്ററിൽ ഒരു ആവറേജ് അനുഭവം തന്ന പടമാണ്. അടുത്ത് നമ്മുടെ താത്ത വറാറ് കതിറപ്പെട്ട പൊറാറ് ഇന്ത്യൻ 2 നെറ്റ്ഫ്ലിക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഇന്ത്യൻ 1 കണ്ട ആ ഒരു എക്സ്പെക്ടേഷനിൽ ഇന്ത്യൻ 2 കണ്ടു കഴിഞ്ഞാൽ ജീവിതം വെറുത്തു പോകുന്നേ പറയാനുള്ളൂ. ഈ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ ഇരുന്നൊരു കോമാളി പടമോ ഒരു സ്പൂഫ് മൂവി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമാവും. ഗോളം പറഞ്ഞൊരു മലയാള സിനിമ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 1.25 മണിക്കൂറിന്റെ പടമാണ്. അടിപൊളി പടം, എന്തായാലും കണ്ടിരിക്കണം. ഫിറായി ഹസീ ദിൽറൂബ, നമ്മുടെ ഹസീ ദിൽറൂബയുടെ സീക്വല് തപ്സി പന്നു അഭിനയിക്കുന്ന സിനിമയാണ്. സോ ഹസീ ദിൽറൂബ കണ്ടില്ലെങ്കിൽ എന്തായാലും കാണാം. അത് കണ്ടിട്ട് അതിന്റെ സീക്വല് കണ്ടിട്ട് കാര്യമുള്ളൂ. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 to 1:30 ഈ പടം സ്ട്രീം ചെയ്യും നെറ്റ്ഫ്ലിക്സിൽ. നടന്ന സംഭവം നമ്മുടെ ബിജു മേനോന്റെയും സുരാജ് വെഞ്ഞാറമൂടും അഭിനയിച്ച മലയാള സിനിമയാണ്. മനോരമ മാക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഇത് ഏകദേശം 2 മണിക്കൂറോളം അത്ര ഡ്യൂറേഷൻ ഉള്ള ഒരു പടമാണ്. 7G, അതായത് 7G റെയിൻബോ കോളനി അല്ല, സോണിയ അഗർവാളിന്റെ ഒരു ഹൊറർ മൂവിയാണ്, ഹൊറർ തമിഴ് മൂവിയാണ് 7G. ആഹാ തമിഴിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. ഗുഡ്ചടി പറഞ്ഞിട്ട് സഞ്ജയ് ദത്തും അതുപോലെ തന്നെ റവീന ടണ്ടന്റെ ഒരു സിനിമ ജിയോ സിനിമാസിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോക്കെ. ഒരുവിധ എല്ലാ ലാംഗ്വേജിലും കിഡിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. മലയാളത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് കണ്ടില്ല ഏറ്റവും ബെസ്റ്റ് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ഗോളം. ആമസോൺ പ്രൈമിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ പറയുക, ഭയങ്കര ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആണ്. 1.25 മണിക്കൂർ എന്തോ ഉള്ളൂ പടം. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ കുറെ പേര് ജോലിക്ക് പോകുന്നുണ്ട്. ചിലർ ബസ്സിൽ പോകുന്നുണ്ട്, ചിലർ കാറിൽ പോകുന്നുണ്ട്, ചിലർ സ്കൂട്ടറിൽ ബൈക്കിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവരെല്ലാവരും പോകുന്നത് ഒരേ ഓഫീസിലോ ഒരേ റൂമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സിനിമയുടെ മുക്കാ ഭാഗം കാണിക്കുന്നത് ഒരു ഓഫീസിന്റെ ഒരു റൂമിലാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇവരുടെ MD ആരോ ബാത്റൂമിൽ പോകണം, അവിടെ മരിച്ചു കിടക്കണം. അത് അന്വേഷിക്കാൻ വരുന്ന പോലീസ്. രഞ്ജിത്ത് സജീവാണ് ഈ സിനിമയിലെ നായകൻ. ആൾ അടിപൊളിയെ പെർഫോം ചെയ്യുന്നത്. സിദ്ദിഖ് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ബാക്കി കുറെ പുതുമുഖങ്ങൾ, അതായത് നമ്മുടെ യൂട്യൂബേഴ്സ് ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ടില്ല കിടിലം പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ മറ്റേ ത്രില്ലർ മൂവീസ് ചക് 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 ആ BGM ഒക്കെ ഇട്ടിട്ട് കുറച്ച് ട്വിസ്റ്റും ടേൺസ് ഒക്കെ ആയിട്ട്. സണ്ണി വെയിൻ ഉണ്ട് ഈ സിനിമയിൽ. സണ്ണി വെയിൻ വലിയ റോളൊന്നും എനിക്ക് തോന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത് പിന്നെ ഇങ്ങനെ എന്തിനാ അഭിനയിച്ചു ചോദിച്ചപ്പോൾ അവസാനം അതേപോലെ ട്വിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. സോ നല്ലൊരു സിനിമയാണ്. മിനിമം എക്സ്പെക്ടേഷൻ എന്തായാലും കാണേണ്ട സിനിമയാണ്. ഞാൻ എന്റെ അച്ഛനെ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയ സമയത്ത് മൂപ്പർ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത്, എന്നെ പോലൊരു സിനിമ പ്രാന്തന് മൂപ്പർ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത് ഈ പടം എന്തായാലും കാണണം. അന്ന് എനിക്ക് തിയേറ്ററിൽ എന്തായാലും കാണാൻ പറ്റിയില്ല. കിടിലം പടമാണ്, എന്തായാലും മിസ്സാക്കരുത്. ആമസോൺ. രാത്രി ഒരു പ്രേതപ്പടം കണ്ടിട്ട് 500 ഡിഗ്രി പനിയായിരുന്നു. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി വന്നതേ ഉള്ളൂ. സോ ബേസിക്കലി നമ്മൾ സൗത്തിലുള്ള ഹൊറർ മൂവീസിനെ പറ്റി പറയുന്നത് വെച്ചാൽ കോമാളി പടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആദ്യം എടുത്ത് പറയുന്നത് നമ്മുടെ സുന്ദർ സി അണ്ണനെ പറ്റിയിട്ടാണ്. പ്രേതത്തെ ഒരു വികാര ജീവിയെ പ്രസന്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ അണ്ണൻ തന്നെയാണ്. അക്കം പക്കം യാറുമില്ല തന്നൻ തന്നെ കാട്ടുക്കുള്ള എന്നൊരു ലൈൻ എഴുതി വെച്ച് പ്രേതത്തെ കൊണ്ട് വികാര ജീവിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതെന്താ വികാരം തീരാതെ മരിച്ച പ്രേതമായിട്ടാണ്. എന്റെ പൊന്നണ്ണ, നിങ്ങളാണ് മൂക്കുത്തി അമ്മൻ പാർട്ട് 2 ചെയ്യുന്നത്. റൂമേഴ്സ് ഒക്കെ കണ്ടു. ദൈവത്തെ രക്ഷിക്കാൻ നിങ്ങൾ വരുമായിരിക്കില്ലേ? ദയവ് ഇത് അതിലൊന്നും ഐറ്റം ഡാൻസ് കൊണ്ടുവരരുത്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് 7G പറഞ്ഞ സിനിമയെ പറ്റിയിട്ടാണ്. 7G റെയിൻബോ കോളനി അല്ല, 7G സോണിയ അഗർവാളിന്റെ പടം തന്നെയാണ്. ശരിക്കും 7G എന്നല്ല, 3G എന്ന് വേണം പറയാൻ. ആസ് യൂഷ്വൽ ഓസ്കാർ ലെവൽ അഭിനയം കാഴ്ചവെക്കുന്ന നമ്മുടെ നായകനും നായിക ഇതിലും ഉണ്ട്. അവരുടെ വീടിന്റെ പാല് കാച്ചലോ അല്ലെങ്കിൽ എന്തോ ഇതൊക്കെയാണ്. സോ അപ്പൊ അവർ കുറെ പേര് വരും. അതിൽ ഇയാളുടെ ഭാര്യയെ കണ്ട് കാമുകിക്ക് അസൂയ തോന്നി ബ്ലാക്ക് മാജിക് ചെയ്യും. പിന്നെ എന്തൊക്കെ കോപ്രായങ്ങളുണ്ട് എനിക്ക് മനസ്സിലാവാത്ത. ഈ ഹൊറർ മൂവീസിന്റെ ഒപ്പം തന്നെ ഒരു ഹാഷ് ഇട്ടിട്ട് കൊടുക്കുക കോമാളി പടം. അതാണ് ഈ സൗത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സിനിമയാണോ സീരിയലാണോ അതോ ഡോക്യുമെന്ററി ആണോ ഒന്നും മനസ്സിലാവാത്ത ഒരു സാധനം. ഏകദേശം 1.25 മണിക്കൂറേ ഉള്ളൂ. നമ്മളിപ്പോൾ 2x 5x സ്പീഡിലിട്ട് വേഗം കണ്ടു കഴിയാവുന്ന പടമാണ്. സൗത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഹൊറർ മൂവി ഏതാ ചോദിച്ചാൽ എനിക്ക് തെലുങ്കിൽ കണ്ട ജെസ്സി പറഞ്ഞിട്ടൊരു പടം തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് വെച്ചാൽ സ്ക്രിപ്റ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. അത്യാവശ്യം നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള പടം. സോ കാണാത്തവരുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ ജെസ്സി അവൈലബിൾ ആണ്, കണ്ടു നോക്കുക. ഒരു മലങ്കൾട്ട് പടം കാണുന്ന വെച്ചാൽ 7G ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. എന്ത് സംഭവം നടന്നു എന്ന് എന്റെ അടുത്ത് ചോദിക്കണ്ട. ഇത് ബിജു മേനോന്റെയും സുരാജ് വെഞ്ഞാറമൂടിന്റെ OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ പടമാണ്. നടന്ന സംഭവം മനോരമ മാക്സിലാണ് പടം സ്ട്രീം ചെയ്യുന്നത്. 2 ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ എടുത്തു നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ സുരാജ്, ആള് ഭയങ്കര ഈഗോ ഉള്ള റഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു മെയിൽ ഷോവനിസ്റ്റ് ഒക്കെ പോലെ ഒരു ആള്. നമ്മുടെ ബിജു മേനോൻ മിസ്റ്റർ പെർഫെക്റ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഹസ്ബൻഡ് മെറ്റീരിയൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ. സോ ഭയങ്കര കൊച്ചു പടമാണ്. ഒരു 1.25 മണിക്കൂർ 1.50 ആ ഒരു ലെവലിലുള്ള സിനിമയാണ്. എല്ലാ ഫാമിലീസും കണ്ടിരിക്കേണ്ട ഒരു പടമായിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. ഈ ഗംഭീര പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാ ഫാമിലീസും എസ്പെഷ്യലി ലേഡീസ് എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ഈ കുറെ അലവലാദികൾ ഉണ്ടാവില്ല, അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നത് നോക്കിയിട്ട് കണ്ണും മിഴിച്ചിരിക്കുന്ന ആ അലവലാദികൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയ പടമാണ്. അവസാനത്തെ ഫൈറ്റ് ഒക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു.
തമാശയുണ്ട്, കുറെ മെസ്സേജസ് ഒക്കെ തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. ഒരു ഡിസപ്പോയിന്റ്മെന്റ് എന്തായാലും ഉണ്ടാവും തോന്നില്ല, കാരണം പോകുമ്പോൾ ഈ എക്സ്പെക്ടേഷനിൽ പോയാൽ മതി. കൊച്ചു പടമാണ്, ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കാണാം. മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ബിജു മേനോന്റെ ഒരു അടിപൊളി അഴിഞ്ഞാട്ടം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു കിടിൽ ലുക്കാണ് കേട്ടോ. ആളുടെ ഒരു ഹെയർ സ്റ്റൈൽ ആയാലും ആളുടെ ഒരു ഭയങ്കര ഒത്ത ശരീരവും സൗണ്ടൊക്കെ ആയിട്ട് നല്ല പെർഫോമൻസ് തന്നെയാണ്. സുരാജും കൊടുത്ത റോള് അത്യാവശ്യം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ലിജോ മോള് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. സുരാജ് നമുക്ക് വേണ്ട കൊടുക്കാൻ തോന്നും, അത് തന്നെയാണ് ആളുടെ വിജയം. സോ അധികമായാൽ അമൃതും വിഷം, ഇതാണ് ഫിർ ആയി ഹസി ദിൽറൂബ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടായ ഹസി ദിൽറൂബ പറയുന്നത് പെർഫെക്റ്റ് കോക്ടെയിൽ ആയിരുന്നു. അത് സസ്പെൻസ്, റൊമാൻസ്, ത്രില്ലർ എല്ലാത്തിന്റെയും കറക്റ്റ് ഉള്ള ഒരു പ്രൊപ്പോർഷണൽ മിക്സ് ആയിരുന്നു. പക്ഷെ ഇത് വന്നിട്ട് ഭയങ്കര വാട്ടറി ആയിട്ടൊരു സിനിമയാണ്. ഫസ്റ്റ് പാർട്ടിലെ ട്വിസ്റ്റ് വർക്കായി വന്നിട്ട് സെക്കൻഡ് പാർട്ടിൽ ഇതന്നെ എല്ലാ ഭാഗത്തും അങ്ങോട്ട് കൊണ്ടേ ചേർത്തിരിക്കുകയാണ്. നമ്മൾ പറയില്ലേ സമയം നല്ലതാണ് വേണ്ടിട്ട് കക്കാൻ നിൽക്കരുത് അധികം, അതന്നെയാണ് അവസ്ഥ. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ വില്ലനും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ആയിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഈ വിക്ടോറിയ വാട്ടർഫാൾസിന് താഴത്തേക്ക് വീണാലും ചാവാത്ത നായിക, അല്ലെങ്കിൽ ഒരു കുളത്തിലോ ഒരു പുഴയിലോ ഇഷ്ടം പോലെ മുതലാണ് അതിലേക്ക് ചാടിയാലും ചാവാത്ത നായകൻ, എന്തുണ്ടായാലും നായകനും നായികയും ചാവില്ല. ഇതിൽ അഡീഷണൽ ആയിട്ട് വന്ന ക്യാരക്ടർ നമ്മുടെ സണ്ണി കൗശൽ, വിക്കി കൗശാലിന്റെ ബ്രദർ. ആള് പക്കാ സൈക്കോണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കമ്പൗണ്ടർ ആണ് ആള്. എവിടെ തക്കാളിക്ക് വില കുറവ് കണ്ടാലും അണ്ണൻ 10-15 കിലോ മേടിച്ചിട്ട് വീട്ടിൽ പോകണാണ്. തക്കാളി മാത്രം മേടിക്കും. കറിയൊക്കെ എങ്ങനെ തക്കാളി മാത്രം കൊണ്ട് വെക്കുമോ അതോ ദേശായി ഫാമിലിക്കാരെ പോലെ തക്കാളി ജാമ് വല്ലതും ഉണ്ടാക്കുന്നുണ്ടാവും. പെർഫോമൻസ് വൈസ് എല്ലാവരും കിടിലം പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ എന്താണ് ഒരു കോർ അല്ലെങ്കിൽ കാതൽ പറയുന്ന സാധനം ഇതിലില്ല. ഇവര് തമ്മിലുള്ള റൊമാൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോന്നടേ ഇത് ഇങ്ങനെ പ്രാന്തമായ റൊമാൻസ് ഉണ്ടാവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ തോന്നാം. പക്ഷെ പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു. പക്ഷെ ഈ സെക്കൻഡ് പാർട്ടിന്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു പടത്തിന്റെ ഒരു ആവശ്യകത തേർഡ് പാർട്ട് എന്തായാലും വരുന്നത് തോന്നുന്നു. അതിലിപ്പോ എങ്ങനെയായിരുന്നു ഫിർ ഫിർ ആയി ഹസി ദിൽറൂബ എന്ന് മറ്റിടും. സോ ഒരു ലെസ് എക്സ്പെക്ടേഷനിൽ അല്ലെങ്കിൽ ഒരു മിനിമം എക്സ്പെക്ടേഷനിൽ പോയി കാണാവുന്ന ഒരു പടമാണ്. വലിയ ഫസ്റ്റ് പാർട്ട് കണ്ട ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കണ്ട ഒരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെ ഉണ്ടാവുള്ളൂ. സോ ട്രൈ